ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആലപ്പുഴ കായംകുളത്ത് 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് തെരുവുനായയുടെ കടിയേറ്റു. കുഞ്ഞിന്റെ മുത്തശ്ശിക്കും നായയുടെ കടിയേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസം പ്രായമായ കുഞ്ഞിനെയാണ് പട്ടി കടിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ അമ്മയുടെയൊക്കെ സങ്കടം നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്തും നമ്മുടെ ഗവൺമെൻറ്റും ശക്തമായിട്ട് ഇതിനു വേണ്ടി വേണ്ട നടപടി എടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പഞ്ചായത്ത് 17-ാം വാർഡിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മൂമ്മയും കൂടെയാണ് പട്ടി കടിച്ചത്. അതുപോലെ തന്നെ ആ പട്ടി കണ്ടല്ലൂർ വിവിധ ഭാഗങ്ങളിൽ പല ആൾക്കാരെ കടിച്ചതിന് ശേഷം ഓടി വന്ന കൂട്ടത്തിലാണ് ഈ കുട്ടിയെ ഉൾപ്പെടെ അമ്മൂമ്മയും കടിച്ചേക്കുന്നത്. ഗുരുതരമായ പരിക്കുകളോടാണ് കുട്ടിയെ കായംകുളം ഗവൺമെൻറ് ആശുപത്രി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അടിയന്തരമായിട്ട് പട്ടിയെ പിടിച്ച് കൊല്ലാൻ, ഈ ഇതുപോലുള്ള അപകടകരമായ പട്ടിയെ കൊല്ലാനുള്ള നടപടിയിലോട്ട് പഞ്ചായത്തും സർക്കാരും വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമൽ സുരേന്ദ്രൻ ചേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, ഈ കുട്ടിയുടെ നില എങ്ങനെയാണ് ഉള്ളത്? ആശുപത്രിയിൽ നിന്ന് എന്താണ് വിവരം ലഭിക്കുന്നത്? അതോടൊപ്പം ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ കടിച്ചു എന്ന് പറയുമ്പോൾ പേവിഷബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു സംശയമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. രുചീഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ പേപ്പട്ടി ആക്രമണം അല്ലെങ്കിൽ തെരുവുനായ ആക്രമണം സംസ്ഥാനത്ത് ഉണ്ടാവുന്നു എന്നതാണ് ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് കടിയേറ്റിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് ഈ കുഞ്ഞിനുള്ളത്. കുഞ്ഞിന്റെ കാലുകളിലും കൈകളിലും ദേഹത്താസകലം ഈ പട്ടിയുടെ മാന്തും കടിയും കൊണ്ടതിന്റെ ചിത്രങ്ങൾ കണ്ടു നിൽക്കുക തന്നെ വലിയ വിഷമകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതിനൊപ്പം തന്നെ ഈ കുഞ്ഞിനൊപ്പം തന്നെ മറ്റു 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിൽ കുട്ടിയുടെ അമ്മൂമ്മയ്ക്കാണ് ഗുരുതരമായ പരിക്ക് ഏറ്റിരിക്കുന്നത്. ഏതായാലും കായംകുളം പുല്ലുകുളങ്ങരയിൽ വെച്ച് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 4 മാസം പ്രായമുള്ള ഈ ആരവ് എന്ന പേരായി കുഞ്ഞിനുമായിട്ട് അമ്മൂമ്മ വീടിന്റെ പരിസരത്ത് നിൽക്കുമ്പോഴാണ് രാജമ്മയെയും, അത് കുട്ടിയുടെ അമ്മൂമ്മയെയും കുഞ്ഞിനെയും ഈ പേപ്പട്ടി ഓടിച്ചെത്തിക്കൊണ്ട് കടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പേനായ തന്നെയാണ് എന്ന് തന്നെയാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ആധികാരികമായോ ശാസ്ത്രീയമായ ഒരു വിശദീകരണം ഈ പട്ടിക്ക് പേയുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. എങ്കിൽ തന്നെയും അങ്ങനെ ആകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഒരു സംഭവം മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രകോപനവും കൂടാതെ പട്ടി വന്ന് കടിച്ചതിനെ തുടർന്ന് മറ്റു ചില നാട്ടുകാരെയും കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ കാലിലാണ് ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിരിക്കുന്നത്. ഈ പുല്ലുകുളങ്ങര പൊന്നൂട്ട് ഭാഗത്തും തെരുവുനായയുടെ ആക്രമണത്തിൽ മറ്റു 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതായത് 44 വയസ്സുള്ള റഷീദ, അവരുടെ മകളായിട്ടുള്ള അമാന 16 വയസ്സാണ് കുട്ടിക്ക്, എന്നിവർക്കും കടിയേറ്റിട്ടുണ്ട്. റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് ഇവരെ തെരുവുനായ ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞടക്കം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദമായിട്ടുള്ള വൈദ്യപരിശോധനകൾക്ക് വേണ്ടി കുഞ്ഞിനെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുമോ എന്ന കാര്യത്തിലടക്കം അല്പസമയത്തിനകം ഒരു വിശദീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ സംഭവം ആലപ്പുഴ കായംകുളത്താണ്. ഇത്തരത്തിൽ വ്യാപകമായി തന്നെ തെരുവുനായ ആക്രമിച്ച് അതിൽ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനും കടിയേറ്റു എന്നതാണ് ഒരു ദാരുണമായ സംഭവം. മറ്റു വാർത്തകളിലേക്ക് പോയാൽ